വകമാറ്റിയതിന്റെ കണക്കുകൾ പുറത്തു വന്നപ്പോ 2022-23 കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള പണത്തിന്റെ 30% ചെലവഴിച്ചിട്ടുള്ളൂ. ബാക്കി 70% ലാപ്സാക്കി കളഞ്ഞു. ആരാന്റെ മകൻ അല്ലെങ്കിൽ ആരാന്റെ മകൾ, പാവപ്പെട്ടവൻ മെഡിക്കൽ കോളേജുകൾ ആശ്രയിക്കുമ്പോ പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള സ്ത്രീ, ഗർഭിണിയായ സ്ത്രീ കുഞ്ഞിനെ ഈ സമൂഹത്തിന് നൽകാൻ വേണ്ടിയിട്ട് ആ സഹോദരി മെഡിക്കൽ കോളേജിലേക്ക് വരുമ്പോ പായും തലയണയും കൊണ്ടുവന്ന് വരാന്തയില് ആ പാവിരിച്ചിട്ട് അവളുടെ ഗർഭാവസ്ഥയിൽ ഇത്രയും 10 മാസം നിറവയറുമായി കുഞ്ഞിനെ തന്റെ സമൂഹത്തിന്, കേരളത്തിന്, നമുക്ക് തരാൻ വേണ്ടിയിട്ട് അവൾ കഷ്ടപ്പാട് അനുഭവിക്കുമ്പോ 70% വരുന്ന ഫണ്ട് കേന്ദ്രത്തിന്റെ ലാപ്സാക്കി കളഞ്ഞു ആരോഗ്യവകുപ്പ് മന്ത്രി വീണ. എന്താ കാരണമെന്നറിയുമോ? മേലനങ്ങിയിട്ടില്ല, ഒരു മുദ്രാവാക്യം വിളിച്ചിട്ടില്ല, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഒരു യോഗത്തിൽ സംസാരിക്കാൻ പോയിട്ടില്ല. മാധ്യമ സുഹൃത്തുക്കൾക്ക് തോന്നും എന്താണ് മാധ്യമങ്ങളുടെ ശീതീകരിച്ച മുറിയിൽ, ആ ശീതീകരിച്ച മുറിയിൽ ഇരുന്നത് കൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാരൻ ഉൾപ്പെടെയുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം ഉൾപ്പെടെയുള്ള ആളുകൾ അവർ ചെറുവിരൽ നടക്കരുത് എന്ന് ആജ്ഞാപിച്ചു കഴിഞ്ഞാൽ ഓച്ചാനിച്ചു നിൽക്കാൻ മാത്രം സാധിക്കുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് വീണ. ആലപ്പുഴയിലെ വണ്ടാനം മെഡിക്കൽ കോളേജിലെ പാവപ്പെട്ട അമ്മയും കുഞ്ഞും മരിച്ചു. ഉത്തരവാദിത്തം ഏറ്റെടുത്തോ? രാജിവെച്ചോ? എന്നിട്ട് ഇപ്പൊ ഇന്നലെ ബോധക്ഷയമുണ്ടായിരിക്കുകയാണ്. കാണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടിയാണ് വീണയ്ക്ക്. ഒരമ്മയുടെ ഹൃദയമുണ്ടായിരുന്നുവെങ്കിൽ ഇന്നലെ രാജിവെക്കുമായിരുന്നു. എന്നിട്ട് പറയും ഇത് നല്ലോണം നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നവർക്ക് ഈ പണി ഏൽപ്പിച്ചു കൊടുക്കാൻ പറയുമായിരുന്നു.